വർഗീയ പരാമർശങ്ങളുടെ വഴി വിടാത്ത PC ജോർജ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനോ കേരളത്തിനോ ഇല്ലാത്തൊരു കള്ളക്കണക്കാണ് ഇന്ന് PC-യുടെ ആയുധം. പഠിക്കാത്ത PC. കേരളത്തിൽ ലവ് ജിഹാദ് കൂടുകയാണെന്നും മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടെന്നുമാണ് PC ജോർജ് പറയുന്നത്. ക്രിസ്ത്യാനികൾ 24 വയസ്സിന് മുൻപ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണമെന്നും PC ജോർജ് പറഞ്ഞു. പാലായിൽ നടന്ന ലഹരി വിരുദ്ധ പരിപാടിയിലായിരുന്നു PC ജോർജിന്റെ ഈ വിവാദ പ്രസംഗം. പെൺകുട്ടികളുടെ മുക്കിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഇവിടെ പരസ്യമായിട്ടൊന്നും പറയുന്നത് വളരെ നിലയിലാണ്. 400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചിൽ താലൂക്ക് മാത്രം. എത്ര തിരിച്ചേട്ടി 41 തിരിച്ചു സമയം കൊണ്ട് ചരിത്രത്തിലേക്ക് കിടക്കുന്നത്. ഇന്നലെ രാത്രി 9:30 പോയത് തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, 25 വയസ്സുവരെ ആ പെൺകുഞ്ഞിനെ പിടിച്ചു വെച്ച അപ്പനിട്ട് അടി കൊടുക്കണം, കെട്ടിച്ചുവിടാൻ നിർബന്ധമായി. ഒരു 24 വയസ്സിനകം ഒരു പെൺകുട്ടിയോടെ കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോണ്ടൊരു കുഴപ്പമില്ല. അത് ക്രൈസ്തവ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു. PC ജോർജ് എത്ര നല്ല മനുഷ്യനായിരുന്നു. എത്രയോ കാലം MLA ആയതല്ലേ, പൂഞ്ഞാറ് മണ്ഡലത്തിൽ MLA ആയ ഒരു വ്യക്തിയാണ് PC ജോർജ്. അദ്ദേഹം ഇടയ്ക്ക് വെച്ചിട്ടേ ചെറുതായിട്ടൊന്ന് ചാണകക്കുഴി ചാടി. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായോ? BJPയുടെ ഭാഗമായി. ഇദ്ദേഹത്തിന് നല്ല കുറേ കാലഘട്ടമുണ്ട്. നമ്മൾ പൊതുവേ ഒരാളുടെ നല്ല സമയം നല്ല കാര്യങ്ങളൊക്കെ പറയണമല്ലോ. ഒരു ചെറിയ വിവാദം വന്നു മുൻപ് ഒരിക്കൽ. ആ വിവാദം വന്ന സമയത്ത് ഇയാൾ പത്രസമ്മേളനം വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലെറ്റർ പേഡ് കൊടുത്തിട്ട് ആ പ്രസ് സെക്രട്ടറിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഈ വിവാദത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ എൻ്റെ രാജിക്കത്ത് നിങ്ങൾ കൊടുക്കാമെന്ന് MLA ആയിട്ട്. പക്ഷേ എന്താ പ്രശ്നം ഉണ്ടായെന്നറിയോ? പിന്നെ ഇദ്ദേഹത്തിന് തോന്നി ഇങ്ങനെ പോയാലൊരു ഇൻട്രസ്റ്റ് ഇല്ല. അത് കാരണം തന്നെ കേരളത്തിൽ BJPക്ക് ഭയങ്കര സ്ഥാനം കിട്ടും. ഈ BJPയുടെ കൂടെ ആവാം. BJPയിൽ സ്ഥാനം കിട്ടണമെങ്കിലോ ഇപ്പോൾ ഈ കേരളത്തിൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, എവിടെ പോയാലും ഒരു കേരള മോഡൽ, അതൊന്നും മാറണം. ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസൊക്കെ ഇപ്പോൾ ശരിക്കും പോലെ പോകുന്ന ആ ഒരു സംഭവം ഒന്ന് മാറ്റണം. അതിനു വേണ്ടി ഞാൻ കുറേ കാലമായി നടന്നിട്ട് ഇപ്പോൾ കൂടുതൽ സമയമായിട്ട് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഓരോന്ന് മുസ്ലിങ്ങളെ പറ്റി, ക്രിസ്ത്യൻസിനെ പറ്റി, ഹിന്ദുക്കളെ. അപ്പോൾ ക്രിസ്ത്യൻസിനോട് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. അപ്പോൾ എന്താ അറിയോ, 24 വയസ്സിൻ്റെ ഉള്ളിൽ പെണ്ണുകുട്ടികളെയൊക്കെ കെട്ടിച്ചു പോയിക്കോളൂ, ഇല്ലെങ്കിൽ അവരെയൊക്കെ മുസ്ലിങ്ങൾ ലവ് ജിഹാദായിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ ലവ് ജിഹാദ് ഇവിടെ ഇല്ല എന്നുള്ളത് എത്രയോ ആളുകൾ എത്രയോ ഔദ്യോഗിക തലത്തിൽ നിന്നും പഠനം നടത്തി പറഞ്ഞതാണ്. 400 കുട്ടികളെ അത്ര ഈ പഞ്ചായത്തിൽ മാത്രം ക്രിസ്ത്യൻസിൽ നിന്ന് മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോയത്. ഇദ്ദേഹം ചെറിയ കുട്ടിയല്ല കേട്ടോ, 3rd സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടിയല്ല. അപ്പോൾ ഈ PC ജോർജ് എന്ന് പറയുന്ന ചാണകക്കുഴി ചാടിയ ബാക്കി നിങ്ങളൊക്കെ പൂരിപ്പിച്ചാൽ മതി, കമൻറ്റിൽ വന്നിട്ട് ആരും പൂരിപ്പിക്കരുത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് പറഞ്ഞതാണ്. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കേരളക്കാർ കേട്ടുകൊണ്ടിരിക്കില്ല. ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഹിന്ദുസും എല്ലാവരും ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കും. പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കും യഥാർത്ഥ ക്രിസ്ത്യാനികൾക്കും ഇതിലൊന്നും താല്പര്യമില്ല. ഈ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെയൊക്കെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ. ഇദ്ദേഹത്തിന് ഇനി എന്ത് ചെയ്യണം, ഈ ക്രിസ്ത്യൻസിനോട് കുറച്ച് ഉപദേശമൊക്കെ കൊടുത്തിട്ട് ഏതെങ്കിലും ക്രിസ്ത്യാനികൾ കോൺഗ്രസ്സിലോ മാർക്സിസ്റ്റിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കൂടെ അങ്ങോട്ട് പറഞ്ഞ് ഒരു ക്രിസ്ത്യൻ സ്നേഹം കൊടുത്താൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ BJPയിലേക്ക് ഇങ്ങോട്ട് വരും എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ജോർജേ, അവസാനിച്ചു. ഇനി ചാൻസ് ഇല്ല. ഒരു സമയത്ത് 2 വിഭാഗത്തെ ഒഴിവാക്കിയ ഒരു സമയം ഉണ്ടായിരുന്നു. UDFന് LDFന് വിഭാഗത്തെ ഒഴിവാക്കിയിട്ട് സ്വതന്ത്രനായിട്ട് മത്സരിച്ചിട്ട് പൂഞ്ഞാറിൽ നിന്ന് MLA ആയിട്ട് തിരുവനന്തപുരം നിയമസഭയിൽ കയറിയ ചില പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്നൊക്കെ ഇദ്ദേഹത്തൊരു സ്നേഹമായിരുന്നു. പക്ഷെ അതിലും കൂടെ ഒന്നും കൂടെ കയറിയിട്ട് സെൻട്രൽ മിനിസ്റ്റർ ആവാമെന്നൊക്കെ ഉള്ളൊരു വ്യാമോഹം ഉണ്ടല്ലോ, 4ആയിട്ട് മടക്കിയിട്ട് ആ ഉള്ള ചാണകക്കുഴി ഉണ്ടല്ലോ സൈഡിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ തിരികെ വെച്ചാൽ മതി.